അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. കേരളക്കരയാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു വാൽപ്പാറ ദുരന്തം. മരണപ്പെട്ടിരിക്കുന്നത് കുട്ടികളടക്കം 9 അധ്യാപകരാണ്. മരണപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഏറെ ചർച്ചാ വിഷയമായ ഈ ദുരന്തത്തിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ മജീദ് മാഷിൻ്റെയും പ്രിയതമ റുഖിയയുടെയും കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. മജീദ് മാഷ് 90% കാഴ്ച ശക്തിയില്ലാത്ത ഒരു വ്യക്തി. ഭാര്യ റുഖിയ. മാഷിൻ്റെ പിതാവും മാതാവും കുറേ മുന്നേ മരണപ്പെട്ടതാണ്. പിന്നെ ഉള്ളത് 7 പെങ്ങന്മാരാണ്. അവരുടെയൊക്കെ ഒരു അത്താണിയാണ് നമ്മുടെ മജീദ് മാഷ്. മാഷിന് 90% കാഴ്ചയില്ലെങ്കിലും മാഷിനെല്ലാം അറിയാമായിരുന്നു. എല്ലാം അകക്കണ്ണുകൊണ്ട് മാഷെല്ലാം കാണുമായിരുന്നു. മാഷിൻ്റെ ജീവിതത്തിൽ കാഴ്ചയില്ലായ്മ ഒരു രീതിയിലും ബാധിച്ചില്ലായിരുന്നു. കുട്ടികളെ പാട്ടുപാടി പഠിപ്പിക്കാനും രസിപ്പിക്കാനും മാഷ് നല്ല മിടുക്കനായിരുന്നു. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. കലോത്സവത്തിനായാലും ടൂറ് പോകാനായാലും എല്ലാത്തിനും മുൻപന്തിയിൽ മാഷ് തന്നെ ഉണ്ടാകും. പഠനവുമായി ബന്ധപ്പെട്ടായിരുന്നു മാഷിൻ്റെ ഓരോ കഥയും. മാഷിൻ്റെ 7 പെങ്ങന്മാരിൽ 2 പെങ്ങന്മാർക്കും മാഷിൻ്റെ അതേപോലെ തന്നെ കാഴ്ചശക്തിയില്ലായിരുന്നു. അവിടുത്തെ നാട്ടുകാരൊക്കെ ഏറെ കണ്ണീരോടെയാണ് മജീദ് മാഷിൻ്റെയും റുഖിയയുടെയും കഥ പറഞ്ഞത്. ഈ വീടുണ്ടാക്കുന്ന സമയം അവർ രണ്ടുപേരും കൈകോർത്ത് ഒന്നിച്ചായിരുന്നു അത്രേ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓരോരുത്തരുടെയും ശബ്ദം കേട്ട് ആളെ പറയും അത്രേ മജീദ് മാഷ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ടൂറിനൊക്കെ പോകാൻ മാഷ് തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മാഷിൻ്റെ ജീവിതത്തിൽ അതൊന്നും ബാധിച്ചില്ല. മാഷെല്ലാം ആസ്വദിച്ചായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഏക ആശ്രയം നമ്മുടെ മജീദ് മാഷിൻ്റെ പ്രിയതമ റുഖിയായിരുന്നു. റുഖിയയും കൂട്ടിയായിരുന്നു മജീദ് മാഷ് പടച്ചറബിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ ആ കുടുംബം വല്ലാത്തൊരവസ്ഥയിലാണ്. മജീദ് മാഷിൻ്റെ ഒരു സ്വപ്നമായിരുന്നു മജീദ് മാഷിൻ്റെ ഈ ഒരു വീട്. ഈ വീട്ടിലേക്ക് മാറിയത് 2-3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു പുതിയ വീട്ടിലേക്ക് മാറിയത്. മാഷിൻ്റെ തറവാടും ഈ വീടിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരു പെങ്ങള് മാഷിൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വീട്ടിൽ ഈ ഒരു വീട്ടിൽ ഇപ്പോൾ ഉള്ളത് 90% കാഴ്ചശക്തി ഇല്ലാത്ത മാഷിൻ്റെ ആ പെങ്ങള് കുട്ടിയായിരുന്നു. ഇനി അവർ മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ഏവർക്കും ഏറെ സങ്കടമായത്. ഇവരുടെ കുടുംബത്തിലെ ഏക സങ്കടം അത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഒരു മജീദ് മാഷിൻ്റെ കഥയെ നമുക്കറിയൂ. ഇനിയും കഥകൾ വരാനിരിക്കുന്നു. ജീവനുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥ. പടച്ചറബ് മരണപ്പെട്ട എല്ലാവർക്കും ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചറബ് കൊടുക്കുമാറാകട്ടെ. ബന്ധുക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പടച്ചറബ് തന്നെ അവരെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആ ചെയ്യുക പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.